വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിതൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ ഞാനിതുവരെ നമ്മുടെ ചാനലിൽ ഉണ്ടാക്കിയിട്ടില്ല. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോകാം. വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ക്യാരറ്റാണ്. അതെ, ഒരു 2 ബിഗ് ക്യാരറ്റും 2 കുഞ്ഞു ക്യാരറ്റും. അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരട്ടെ. കുറച്ച് പിസ്താഷ്യവും കാഷ്യൂനട്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പം നമ്മുടെ പാത്രത്തിലെ വെള്ളമൊക്കെ വറ്റി ആ നേരത്തിനും നമുക്ക് കുറച്ച് ഗീ ഉപയോഗിക്കാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന അമുലിൻ്റെ ഗീയാണ്, പ്യുവർ ഗീ. അപ്പം അതൊരു 1 ടേബിൾ സ്പൂൺ ഗീ ഉണ്ട്. 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് അതൊന്ന് മെൽറ്റ് ആകുമ്പോഴത്തേനും ഞാൻ കുറച്ച് നട്ട്സ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാദ്യം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ടാണ് ബാക്കി സാധനങ്ങൾ ഇടുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് ആൽമണ്ടും കാഷ്യൂനട്ടും പിന്നെ പിസ്ത ആണ് ഇടാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ ആൽമണ്ട് ഇല്ലായിരുന്നു, അതായത് അതില്ലാത്തതുകൊണ്ട് ഞാൻ കാഷ്യൂനട്ടും പിസ്തേഷ്യം മാത്രമേ ഇട്ടുള്ളൂ. ഇത് 3 കൂടി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് ഒന്ന് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ക്യാരറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഒരു 3.5 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ഓറഞ്ച് കളറാണ് ഈ ക്യാരറ്റിന്. അപ്പം നമ്മൾ നട്ട്സൊക്കെ ഫ്രൈ ചെയ്ത് ആ ഗീ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ഗീ ഒന്നും ഞാൻ എടുക്കുന്നില്ല. എന്നിട്ട് ഇത് ഒരു പകുതിയിൽ കുറവായി നമുക്കൊന്ന് സ്റ്റീർ ചെയ്തിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാനാണെങ്കിൽ ഓൾ മിൽക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇത് പാസ്ചറൈസ്ഡ് ചെയ്ത മിൽക്കാണ്. ഞങ്ങൾക്ക് നല്ല തിക്ക് ഫാറ്റായിട്ടുള്ള മിൽക്കാണ് കേട്ടോ. അപ്പം ഞാൻ 3.5 കപ്പാണ് ക്യാരറ്റ് ഇട്ടേക്കുന്നത്. അപ്പം ആ സെയിം എമൗണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒഴിക്കാം. ബട്ട് എൻ്റെ വോൾ മിൽക്കാണ് നല്ല തിക്കായതുകൊണ്ട് ഞാൻ 2 കപ്സ് മിൽക്കേ ഒഴിച്ചുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അത് എൻഡിൽ കിട്ടി. ഒത്തിരി പാലൊഴിച്ചാൽ നമുക്ക് ഒത്തിരി സമയം വേണം അത് വെന്തെടുക്കാം. പിന്നെ ക്യാരറ്റിനകത്ത് കുറച്ച് മോയ്സ്ചർ, അതായത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ, മോയ്സ്ചർ. എന്താണോ ഞാനിപ്പോൾ മോയ്സ്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് മോയ്സ്ചറൈസർ എന്ന് വരുമോ എന്താണെന്നറിയില്ല. അപ്പം അത് ആ ക്യാരറ്റ് ഈ പാലിൽ കിടന്ന് ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് പാലിൽ ക്യാരറ്റ് നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പാലും കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഫ്ലെയിം നല്ല ഹൈയിലിട്ടിട്ട് നമുക്കത് പാൽ വറ്റിച്ചെടുക്കാം. അപ്പം ഇതെൻ്റെ ഷുഗറാണ്. നമ്മൾ വൈറ്റ് ഷുഗർ ഉപയോഗിക്കത്തില്ലാത്തത് കൊണ്ട് പണ്ട് മേടിച്ച് വെച്ചിരുന്നത് കുറച്ച് കട്ടയായിട്ടിരിക്കുകയാണ്. അതാണ് കേട്ടോ, അല്ലാതെ ഷുഗർ ക്യൂബ്സ് ഒന്നുമല്ല. അപ്പം ആ പഞ്ചസാര, അത് ഏകദേശം 1 കപ്പ് പഞ്ചസാരയുണ്ട് കേട്ടോ. ആ പഞ്ചസാര ആ പാലിനകത്ത് കിടന്നൊന്ന് ഇതാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അങ്ങ് ഇട്ടത്. അപ്പം നിങ്ങൾക്ക് മധുരം എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇടുക. അപ്പം വൈറ്റ് ഷുഗർ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, പക്ഷേ ഇത് കുറച്ച് നാളായി അത് ഉപയോഗിച്ചില്ലെങ്കിൽ കൊള്ളത്തില്ല. അത് കാരണമാണ് ഞാൻ സാധാരണ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ ഷുഗർ കട്ട് ചെയ്തേക്കുവാണ്. നമ്മൾ ഷുഗർ ഉപയോഗിക്കുന്നില്ല ടീയിലും കോഫിയിലും. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പക്ഷേ ഇത് ക്യാരറ്റ് ഹൽവയിൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പം ഒരു 3-4 ഏലക്ക നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് കിട്ടും. അന്നേരത്തിനും നമ്മുടെ പഞ്ചസാര മൊത്തം ഒന്ന് ഡൈല്യൂട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നത് മിൽക്കിൻ്റെ അകത്ത് നിന്ന്, നമ്മൾ ബോയിൽ ചെയ്യുന്ന മിൽക്കിൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് സാഫ്രോൺ ഇട്ടിട്ട് വെക്കുകയാണ്. അപ്പോൾ ചൂട് പാലിലാവുമ്പോഴത്തേനും നന്നായിട്ട് ആ സാഫ്രോണിൻ്റെ കളറൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരും. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പം ആ സാഫ്രോണിൻ്റെ സ്ട്രാൻഡും ആ മിൽക്കും കൂടെ ആയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സാഫ്രോണിൻ്റെ ഇത്. ഞാനിവിടെ കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിഡ് തുറന്ന് നോക്കാം. നമ്മുടെ ക്യാരറ്റിൻ്റെ എന്താ പറയുക, പാല് ഒക്കെ നന്നായിട്ട് അത് വറ്റിയിട്ടുണ്ട്. അന്നേരത്തിന് നമുക്ക് ഈ സാഫ്രോൺ മിൽക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളർ കിട്ടും, നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം
നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഓറഞ്ച് കളറായിട്ടുണ്ട് നമ്മുടെ ഇപ്പം ക്യാരറ്റ് ഹൽവ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് മോർ ഷുഗർ ഇടാം. പക്ഷേ കെയർഫുൾ ആയിരിക്കണം. ഇത് കഴിക്കുന്നതുമ്പം അതിനുള്ള എക്സസൈസ് ചെയ്യുക, ഷുഗർ പിന്നെ കുറേ നാളത്തിന് കഴിക്കാതിരിക്കുക. ഇതൊക്കെ വൺസ് ഇൻ എ ഇയർ കഴിക്കാനൊക്കെ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് കാഷ്യൂനട്ടും പിസ്താഷ്യം മാത്രമാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്നൊരു എന്താ പറയുക, അതിൻ്റെ പാലിൻ്റെ കണ്ടൻറ്റ് മൊത്തം അബ്സോർബ് ചെയ്യണം ക്യാരറ്റ്. എന്നിട്ട് നല്ലൊരു ഡ്രൈ ഫോമിലേക്ക് ആകുമ്പോഴത്തേനും നമുക്കത് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേനും കുറച്ച് നേരം അതിൻ്റെ എന്താ പറയുക, പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ അതിൻ്റെ അതൊരു ഡ്രൈ ആകും. അപ്പം ആ ഒരു സ്റ്റേജിൽ നിർത്തിയാൽ മതി. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയായി നല്ല കളറായി. ഇത് മതി നമുക്ക് കേട്ടോ. അപ്പം വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു 1 ടീസ്പൂണ് ഗീയും കൂടെ ഉപയോഗിക്കാം. നമ്മളൊരു ആദ്യം ഇട്ട നട്ട്സൊക്കെ ഫ്രൈ ചെയ്ത ഗീ മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ക്യാരറ്റ് ഹൽവ ഇവിടെ ഒരു കുഞ്ഞ് പാത്രത്തിൽ ഇച്ചിരി എടുത്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടാണ്. ഇങ്ങനെയാണിങ്ങനെ. സൂപ്പറാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ലവ്ലി. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഒത്തിരി ഷുഗർ കഴിക്കുന്നത് കൊള്ളത്തില്ല. അത് കാരണം ഞാൻ 1 ടീസ്പൂൺ എടുത്തോണ്ട് മോന് കൊടുക്കാം. എല്ലാവരും ഇച്ചിരി ഒരു ദിവസം 1 ടീസ്പൂൺ 2 ടീസ്പൂണൊക്കെ വെച്ച് കഴിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പം നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ വിളിച്ചാൽ മാത്രമേ ഞാനിത് വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. അപ്പം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ. ഓക്കെ, അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. സൂപ്പറായിട്ടിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.